ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ റൂമിലേക്ക് വന്നത് അറിയാതെ ശാരദാമ്മയോട് പറഞ്ഞ വാക്കുകൾ കേട്ടെത്തിയ സത്യഭാമ അരികിലേക്ക് വന്ന് ശ്യാമയോട് ചോദിച്ചു, സത്യം പറ, പപ്പിമോൾ ആരാണ്? പപ്പിമോള് ആരാണെന്നുള്ള കാര്യം സത്യാമ്മ വീണ്ടും ശ്യാമയോട് ചോദിച്ചു. നീ എന്താടി പറഞ്ഞത്? സത്യം പറ ശ്യാമേ, എനിക്കറിയണം. എനിക്ക് ചതിയും കള്ളവും ഒരിക്കലും ഞാൻ വെച്ചു പൊറുക്കില്ല. മറ്റെന്തും ഞാൻ സഹിക്കും. എന്നെ ചതിക്കുകയും എന്നോട് കള്ളം പറയുകയും ചെയ്യുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ എന്റെ മുന്നിൽ സത്യം വെളിപ്പെടുത്തിയേ തീരൂ. നീ സത്യം പറ എന്ന് പറഞ്ഞ് സത്യഭാമ ശ്യാമയെ നിർബന്ധിച്ചു. അത് കേട്ടതും എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ശ്യാമ ഈ പ്രശ്നത്തിൽ നിന്ന് താൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് തല പുകഞ്ഞു. അപ്പോഴാണ് ശ്യാമ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോ സത്യഭാമ വീണ്ടും ശ്യാമയോട് നിർബന്ധപൂർവ്വം ചോദിച്ചു, ശ്യാമയെ, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് സത്യം അറിയണം, പറ ശ്യാമേ, പറയാൻ എന്ന് പറഞ്ഞ് സത്യമ്മ ബഹളം വെച്ചു. ഉടനെ ശ്യാമ അല്പനേരത്തേക്ക് ആലോചിച്ചു. വിഷ്ണുവേട്ടനോടൊപ്പം കളിച്ചുല്ലസിച്ച് നടക്കുന്ന പപ്പിമോള് വിഷ്ണുവേട്ടന്റെ സ്വന്തം മകളാണെന്നുള്ള സത്യം എങ്ങനെ പറയും എന്നതായിരുന്നു ആ നിമിഷമുള്ള ശ്യാമയുടെ മനസ്സിലെ ആശങ്ക. അതിനെക്കുറിച്ച് ആലോചിച്ച് ശ്യാമ അങ്ങനെ നിൽക്കുമ്പോൾ സത്യമ്മ വീണ്ടും ശ്യാമയെ നിർബന്ധിച്ചു. ശ്യാമേ, നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, പറയാൻ എന്ന് പറഞ്ഞ് സത്യമ്മ വീണ്ടും ബഹളം വെച്ചു. അവസാനം ശ്യാമ ആകെ ടെൻഷനോടെ വേഗം തന്നെ തന്റെ ധൈര്യം വീണ്ടെടുത്ത് ശ്യാമ ചോദിച്ചു, അല്ല സത്യാമ്മേ, ഞാൻ എന്ത് പറയണമെന്നാ സത്യാമ്മ പറയുന്നത്? എന്താ ഞാൻ പറയേണ്ടത് എന്ന് ശ്യാമ ചോദിക്കുമ്പോ സത്യഭാമ പറഞ്ഞു, ഞാൻ കേട്ടു നീ പറയുന്നത് പപ്പി നിന്റെ മകളല്ല എന്നുള്ളതാണ് സത്യമെന്ന്. അതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം. പപ്പിമോള് ഈ വീട്ടിലെ കുഞ്ഞല്ലേ എന്ന് എനിക്കറിയണം എന്ന് സത്യാമ്മ വീണ്ടും നിർബന്ധപൂർവ്വം ശ്യാമയോട് ചോദിച്ചു. എന്താ ശ്യാമേ, എന്താ നീ പറഞ്ഞു വന്നത് എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, ഓ അതാണോ സത്യാമ്മേ, ഞാനത് അമ്മയോട് പറയുകയായിരുന്നു. അത് വേറൊന്നുമല്ല സത്യാമ്മ ഞാൻ അങ്ങനെ പറഞ്ഞത്. പപ്പി എന്റെ മാത്രം മകളല്ലല്ലോ, ഈ വീട്ടിൽ എല്ലാവരുടെയും മകളല്ലേ. ഇവിടെ ഓരോരുത്തരും അവളെ സ്വന്തം മകളെ പോലെയല്ലേ സ്നേഹിക്കുന്നത്, അവളെ താലോലിക്കുന്നത്. അക്കാര്യം ഞാൻ പറഞ്ഞത്. അമ്മയാണെങ്കിൽ രാവിലെ മുതൽ വിളിക്കുന്നതാണ് പപ്പിമോളെ ഒന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട്. പക്ഷെ അപ്പോ മുതൽ ഓരോരുത്തരുടെയും അരികിലായി അവളിങ്ങനെ ഓടിച്ചാടി നടക്കുകയല്ലേ. എന്റെ അരികിലേക്ക് അവളെ കിട്ടിയത് പോലും ഇല്ലല്ലോ. അക്കാര്യം ഞാൻ അമ്മയോട് ഒരു പരാതി പോലെ പറയുകയായിരുന്നു. അവൾ എനിക്ക് ജനിച്ച കുട്ടിയാണെങ്കിലും അവൾ എന്റെ മകളായിട്ടല്ല എന്നും ഇവിടെയുള്ളവരെ എല്ലാവരുടെയും മകളായിട്ടാണ് അവൾ വളരുന്നത് എന്ന് അത് പറഞ്ഞു വന്നപ്പോഴാണ് സത്യാമ്മ ഇവിടേക്ക് എത്തിയതും ആ വാക്കുകൾ കേട്ടതും. അല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിച്ചതല്ല സത്യാമ്മേ എന്ന് ശ്യാമ പറയുമ്പോൾ സത്യഭാമ ആകെ ടെൻഷൻ അടിച്ചിരുന്ന സത്യാമ്മയുടെ മുഖഭാവമൊക്കെ ആകെ മാറി. സത്യാമ്മ മനസ്സിൽ ഒരു ആശ്വാസം വന്ന് വീണതിന്റെ സമാധാനത്തിൽ ശ്യാമ നിന്ന് ആ കട്ടിലിലേക്ക് സത്യാമ്മ ഇരുന്നു. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. മനസ്സില് എന്തൊരു ടെൻഷനാ ഉണ്ടായതെന്നറിയാവോ ശ്യാമേ. ഈ സമയത്തിനുള്ളിൽ എന്തായാലും ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയില്ലേ എന്ന് പറഞ്ഞ് സത്യാമ്മ ശ്യാമയോട് ക്ഷമ ചോദിക്കുന്നു. നീ അത് മറന്നു കളഞ്ഞേക്ക് മോളെ എന്ന് പറഞ്ഞ് സത്യഭാമ ശ്യാമയെ ചേർത്ത് പിടിച്ച് ശ്യാമയുടെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് സ്നേഹത്തോടെ സത്യാമ്മ റൂം വിട്ടു പോകുന്നു. ഈ സമയത്ത് സത്യാമ്മയോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ ശ്യാമ അവിടെ ഇരിക്കുമ്പോഴും എന്തായിരിക്കും ഈ പ്രശ്നത്തിന്റെ അവസാനം എന്നതായിരുന്നു ശ്യാമയുടെ മനസ്സിനെ അലട്ടിയത്. സത്യാമ്മയോട് ഞാൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നുവെന്നും പപ്പിമോള് ശരിക്കും അത് വിഷ്ണുവേട്ടന്റെയും കുഞ്ഞേച്ചിയുടെയും മകളാണെന്നുള്ള സത്യം ഇനി ഒരു നാൾ അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, അക്കാര്യം സത്യാമ്മയ്ക്ക് ഉൾക്കൊള്ളാനാകുമോ എന്നെല്ലാം ആലോചിച്ച് ശ്യാമ ആകെ നിരാശയോടെ റൂമിലിരുന്നു. സത്യാമ്മ അപ്പോഴേക്കും ശ്യാമയോട് പറഞ്ഞു, മോളെ, ഞാൻ നിന്നെ അവിശ്വസിച്ചതിന് സോറി, എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞ് സത്യഭാമ ശ്യാമയുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് കണ്ണീര് തുടച്ച് ആശ്വാസത്തോടെ ആ റൂം വിട്ടിറങ്ങി. റൂമിൽ നിന്ന് പോകുന്ന നിമിഷത്തിൽ ശ്യാമ ആകെ തളർന്ന ആ ബെഡിലേക്ക് ഇരിക്കുന്നത് കണ്ട് സത്യാമ്മ പിന്തിരിഞ്ഞു നോക്കി ഒന്ന് ശ്യാമയെ നോക്കി പുഞ്ചിരിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ആ നിമിഷം ശ്യാമ ആലോചിച്ചു, ദൈവമേ, സത്യങ്ങളൊക്കെ അറിയുന്ന ദിവസം എന്തായിരിക്കും ഈ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി. ചിലപ്പോൾ ഇന്ന് തന്നെ എല്ലാ സത്യവും എല്ലാവരും അറിഞ്ഞേക്കുമായിരിക്കും എന്നെല്ലാം ആലോചിച്ച് ശ്യാമ ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോൾ താഴെ സത്യയുടെയും പപ്പിയുടെയും പിറന്നാൾ ആഘോഷത്തിന്റെ തയ്യാറെടുപ്പുകളിലും ആ സന്തോഷത്തിലും പങ്കുചേർന്ന് എല്ലാവരും അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ പപ്പി വേഗം വിഷ്ണുനോട് ചോദിച്ചു, വിഷ്ണു വെച്ചാ ഞാൻ വാതുക്കെ പോയി നോക്കട്ടെ? പപ്പി വേഗം തന്നെ വിഷ്ണുനോട് അനുവാദം ചോദിച്ചു. ഞാൻ വാതുക്കെ ചെന്ന് സത്യ വരുന്നുണ്ടോ നോക്കട്ടെ വിഷ്ണു വെച്ചാ എന്ന് ചോദിച്ചിട്ടും അതിനെന്താ, മോള് പോയി നോക്കിക്കോടി എന്ന് പറഞ്ഞ് വിഷ്ണു സത്യ വരുന്നുണ്ടോ നോക്കാനായി പപ്പിയെ പറഞ്ഞയക്കുന്നു. പപ്പി വാതുക്കലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നത് പപ്പി കണ്ടു.
അത് കണ്ടതോടെ സത്യ വന്നെന്നുള്ള സന്തോഷത്തിലായിരുന്നു പപ്പി. ആ സത്യ വന്നേ എന്ന് പറഞ്ഞ് പപ്പി അരികിൽ ചെന്ന് കൈകൊട്ടി ആ കാറിനരികിൽ വന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടി. പപ്പി കാറിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സത്യ പുറത്തേക്ക് ഇറങ്ങുന്നതിനായി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് മധുശ്രീയും. മധുശ്രീയെ കണ്ടതോടെ പപ്പിമോളുടെ പിന്നാലെ സിറ്റൗട്ടിലേക്ക് എത്തിയ കാർത്തിക ഞെട്ടുന്നു. അവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി അവിടേക്ക് വന്ന മധുശ്രീയെ കണ്ട് വേഗം തന്നെ കാർത്തികയുടെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്ക നിഴലിച്ചു. അപ്പോഴേക്കും പപ്പി മധുശ്രീയെ കണ്ടതും ആകെ ദേഷ്യത്തോടെ നിൽക്കുന്ന സമയത്ത് പപ്പിയുടെ അരികിലേക്ക് എത്തി വളരെ സ്നേഹത്തോടെ മധുശ്രീ വിളിച്ചു, ആഹാ പിറന്നാൾ കുട്ടിയല്ലേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് മൈ സ്വീറ്റ് ഗേൾ എന്നെല്ലാം വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ പപ്പിയുടെ അരികിലേക്ക് വന്നതും പപ്പി ഉടനെ തന്നെ മധുശ്രീയെ നോക്കിയിട്ട് പറഞ്ഞു ബാഡ് ഗേൾ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പപ്പി അകത്തേക്ക് ഓടിപ്പോകുന്നു. പപ്പി അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് ആ സിറ്റൗട്ടിൽ നിന്നിരുന്ന കാർത്തിക വേഗം മധുശ്രീയുടെ അരികിലേക്ക് ഇറങ്ങി വന്നു. മധുശ്രീ എപ്പോഴേക്കും ആലോചിച്ചത് തന്നോട് പലപ്പോഴായി പറഞ്ഞ മധുശ്രീയുടെ വാക്കുകളായിരുന്നു കാർത്തികയുടെ മനസ്സിനെ അലട്ടിയത്. കാർത്തിക തന്റെ വാക്കുകൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ, താൻ പറയുന്നത് പോലെയൊന്നും കാർത്തിക ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഒറ്റ ഫോൺ കോൾ മതി അവിടുത്തെ നിന്റെ സുഖവാസമല്ല അവസാനിക്കാൻ. അതും അല്ലെങ്കിൽ ഞാൻ അവിടെ വരെ വന്നാൽ മതി, അതോടെ തീരും നിന്റെ ഈ ജീവിതവും ഈ ആൾമാറാട്ടവും ഒക്കെ. പിന്നെ നീ കിടക്കേണ്ടി വരുന്നത് ജയിലരികൾക്കുള്ളിലായിരിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഓർത്ത് കാർത്തിക ആകെ ടെൻഷനിലായി. അപ്പോഴേക്കും മധുശ്രീയെ കണ്ടതോടെ കാർത്തിക വീണ്ടും ആശങ്കപ്പെട്ടു. ദൈവമേ, ഇനി എന്ത് ഏടാകൂടവുമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? ഇനി എന്താ ചെയ്യുക? ഈ വീട് വിട്ടിറങ്ങി പോയാലോ? എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെട്ടാലോ? ഇനി എന്താ ഞാൻ ചെയ്യുന്നത് എന്നെല്ലാം ആശങ്കപ്പെട്ടുകൊണ്ട് ആലോചനയോടെ കാർത്തിക നിന്നു. എന്തായാലും ഇത്രത്തോളം ഒക്കെ ആയില്ലേ, വരുന്നത് പോലെ വരട്ടെ, എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്ന രീതിയിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ സമയത്ത് കാർത്തികയുടെയും ശാലിനിയുടെയും വരവ് പ്രതീക്ഷിച്ചാണ് വിഷ്ണു അടക്കം സത്യാമ്മ ഒഴിച്ചുള്ള മറ്റെല്ലാവരും കാത്തുനിന്നത്. അപ്പോഴേക്കും വിഷ്ണുവിനെയും സത്യാമ്മയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ആ ഡോറ് കടന്ന് അകത്തേക്ക് മധുശ്രീ കയറി വന്നു. മധുശ്രീയെ കണ്ടതോടെ വിഷ്ണുവിനും രാഘവൻ നായർക്കുമൊക്കെ ആകെ ദേഷ്യമായി. ഉടനെ മധുശ്രീ അകത്തേക്ക് വന്നതും മധുശ്രീയുടെ ആ വരവ് ഒട്ടും പ്രതീക്ഷിക്കാതായതുകൊണ്ട് എല്ലാവരും ആകെ അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും ഗുഡ് മോർണിംഗ് അങ്കിൾ എന്ന് പറഞ്ഞ് രാഘവൻ നായരോട് ഗുഡ് മോർണിംഗ് പറയുന്ന മധുശ്രീയെ കണ്ട് രാഘവൻ നായർ പറഞ്ഞു, നിന്നെ ആരാ ഇവിടേക്ക് ക്ഷണിച്ചത്? നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ച് രാഘവൻ നായർ മധുശ്രീയോട് ദേഷ്യപ്പെടുമ്പോ മുകളിലത്തെ നിലയിലിരുന്ന സത്യഭാമ താഴേക്ക് ഇറങ്ങി വരുന്നു. സത്യഭാമയെ കണ്ടതോടെ മധുശ്രീ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാൻ പോകുന്നത് ദേവിയുടെയോ ദേവന്റെയോ അല്ലെങ്കിൽ ഭഗവാന്റെയോ ഭഗവാന്റെ ആരുടെയെങ്കിലും അനുവാദം വാങ്ങിച്ചിട്ടാണോ? അല്ലല്ലോ. നമുക്ക് പോണെന്ന് തോന്നുമ്പോ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവല്ലേ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ ആരാധനാമൂർത്തിയാണ് ഈ വീട്ടിലുള്ളത്. അതുകൊണ്ട് എൻ്റെ ആരാധനാമൂർത്തി ഒന്ന് കാണാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് മധുശ്രീ വേഗം സത്യഭാമയുടെ കാലിൽ ചെന്ന് പിടിച്ചു. സത്യഭാമ സ്റ്റെയർ ഇറങ്ങി വരുന്ന നേരത്ത് മധുശ്രീ അവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ സത്യഭാമ ശ്രദ്ധിച്ചിരുന്നു. അപ്രതീക്ഷിതമായിട്ട് സത്യാമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും വേണം അങ്ങനെ ഇരുവരും ഇരിക്കുന്നത് കണ്ടതോടെ സത്യഭാമയ്ക്ക് ആകെ അതിശയമായി. സത്യഭാമ പറഞ്ഞു, ശരി ശരി, എല്ലാവരും ഇന്നത്തെ ദിവസമെങ്കിലും പണിതാൽ മതിയായിരുന്നു എന്ന രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് കൃത്യമായി മധുശ്രീ ചോദിച്ചത്, അല്ല ഇവിടെ എല്ലാവരും വലിയ ആഘോഷത്തിലാണല്ലോ, എന്തായാലും സത്യാമ്മയുടെ ഈ ആഘോഷത്തിൽ പങ്കുചേരാനായിട്ടാണ് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്. വീട്ടിൽ ആർക്കും തന്നെ ഇന്നത്തെ ഇവിടുത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് എന്നോട് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനാണ് അറിയിച്ചത് എന്ന് കൃത്യമായി തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നുമൊക്കെ സത്യഭാമയെ നോക്കി സംസാരിക്കുമ്പോൾ സത്യാമ്മയെ പുകഴ്ത്തുന്ന രീതിയിലുള്ള മധുശ്രീയുടെ വാക്കുകൾ കേട്ട് അത് ഇഷ്ടപ്പെടാതിരുന്ന പൊന്നി വേഗം സത്യാമ്മയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സത്യാമ്മയെ മനഃപൂർവ്വം അവൻ വഞ്ചിക്കുകയല്ലേ ചെയ്തത്. ശരിക്കും അവൻ സത്യാമ്മയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ലേ അവൾ സംസാരിച്ചത്. സത്യാമ്മ ഇത്രയും ദിവസങ്ങൾ വിഷ്ണുവിന്റെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കാർത്തികയുടെയും വിവാഹകാര്യത്തെ കുറിച്ച് മധുശ്രീയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടും ഇപ്പോഴും
അവൾ അതൊന്നും അറിയാത്തതുപോലെ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് പിന്നെ എന്തിനാണ് എന്ന് സത്യാമ്മയോട് ചോദിച്ചപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ആ സാരമില്ല, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ എന്ന് പറഞ്ഞ് സത്യാമ്മ സമാധാനപ്പെടുത്തി വിടുമ്പോൾ അവിടെ ഇരുന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് കളയാനായി സത്യാമ്മയുടെ വീട്ടിലുള്ള എല്ലാവരോടും പറയും പോലെ, അവിടുത്തെ ജോലിക്കാരോട് പറയും പോലെ സത്യാമ്മ ശാലിനി അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കൂട്ടാക്കാതെ നിന്നു. അപ്പോഴേക്കും രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു, ഭാമേ, എന്തായാലും ഇനി വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തിയേ തീരൂ, അതിനുള്ള ശ്രമമാണല്ലോ നമ്മൾ നടത്തുന്നത് എന്ന് സത്യഭാമ അങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ അത് കേട്ടു നിന്ന ആ നിമിഷത്തിൽ ശാലിനിയുടെ മനസ്സ് തിരിച്ചറിയും വണ്ണം മധുശ്രീക്ക് തക്കതായ മറുപടി നൽകുന്ന രീതിയിൽ ഉടൻ തന്നെ അവിടേക്ക് ആതിരയുടെ ഫോൺ കോൾ എത്തി. ആതിരയുടെ കോള് വരുന്നതും തന്ത്രപൂർവം മധുശ്രീ ആ കോള് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് സത്യഭാമയുടെ വീട്ടിൽ വന്നു നിൽക്കുന്ന മധുശ്രീയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ മധുശ്രീ വേഗം കാർത്തികയുടെ അരികിലേക്ക് എത്തി. കാർത്തികയോട് മധുശ്രീ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അതെ, ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് നീ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു അമാന്തവും കാട്ടരുത് എന്ന്. എന്നിട്ടിപ്പോ നീ എന്താ ഈ ചെയ്യുന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ആ നിമിഷം മധുശ്രീ. മധുശ്രീയുടെ വാക്കുകൾ കേട്ട് ആകെ ഭയന്ന് വിറച്ചിരുന്ന വർഷ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകുന്നു. അങ്ങനെ മധുശ്രീയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയ കാർത്തികയുടെ ആശങ്കയോടുള്ള ചോദ്യം, എന്തിനാ എന്നെ ഇവിടേക്ക് നിങ്ങൾ ഇപ്പോൾ വിളിപ്പിച്ചത് എന്നായിരുന്നു. ആ ചോദ്യം കേട്ടതോടെ മധുശ്രീ പറഞ്ഞു, നിനക്ക് എന്നെ ഒട്ടും പേടിയില്ല അല്ലേ? എന്നാൽ ഇന്നിവിടെ ഒരു കൊലപാതകം നടക്കും. ആ കൊലപാതകത്തിന് ശരിക്കും കാരണക്കാരിയാകുന്നത് കാർത്തികയും. കാർത്തിക ഇന്ന് ഈ വീട്ടിൽ ഒരു കൊലപാതകം ചെയ്തേ തീരൂ. അല്ലാത്ത പക്ഷം കാർത്തിക എന്തിനിവിടെ കഴിയുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തും എന്ന് വളരെ ഗൗരവപൂർവം കാർത്തികയോട് മധുശ്രീ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും മധുശ്രീയോട് കാർത്തിക പറഞ്ഞു, അതിനൊന്നിവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല മധുശ്രീ, അതുകൊണ്ടാണ് മധുശ്രീയെ വിളിച്ച കാര്യങ്ങളൊന്നും പറയാതിരുന്നത് എന്നറിയിച്ചപ്പോ മധുശ്രീ ചോദിച്ചു, അത് ശരി, അപ്പൊ അങ്ങനെയാണല്ലേ? എന്നാ ഒരു കാര്യം ഞാൻ പറയട്ടെ മധുശ്രീ. മധുശ്രീ പറയുന്നത് പോലെയൊക്കെ തൽക്കാലം എനിക്കിവിടെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കാർത്തിക പറയുന്നത് കേട്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് തന്നെ വളരെ ഗൗരവത്തിൽ തന്നെ അത് നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്നിവിടെ ആരും തന്നെ നിന്നെ നിരീക്ഷിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് നടപ്പിലാക്കാൻ കഴിയണം. നീ ഇന്ന് തന്നെ ആരെങ്കിലും ഒരാളെ, ഈ വീട്ടിലുള്ള ആരെങ്കിലും ഒരാളെ നീ ഇല്ലാതാക്കിയേ തീരൂ. അങ്ങനെ ഒരു കാര്യം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് നിർബന്ധപൂർവ്വം കാർത്തികയോട് മധുശ്രീ ആവശ്യപ്പെട്ടു. എല്ലാം കേട്ട ശേഷം മധുശ്രീ ആകെ സങ്കടത്തോടെ മധുശ്രീയുടെ ആ പ്രവൃത്തിയിൽ നോക്കി ആകെ വിഷമത്തോടെ നോക്കിയിരിക്കുന്ന ആ അവസ്ഥയോർത്ത് ഒന്നും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാതെ വളരെ ഗൗരവത്തോടെ അവിടെ നിന്ന് മധുശ്രീ ഇറങ്ങുന്നു. മധുശ്രീ പോയി കഴിയുമ്പോഴേക്കും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് മധുശ്രീ ചെയ്ത പ്രവൃത്തികൾ എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് കാർത്തികയ്ക്ക് ഒരു ബോധമുണ്ടാവുന്നത്. എന്തായാലും സത്യങ്ങളൊക്കെ എല്ലാവരോടും ചോദിച്ചാൽ അത് കൂടുതൽ ധർമ്മസങ്കടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് മനസ്സിലാക്കിയതോടെ തൽക്കാലം മധുശ്രീ വന്നിട്ട് പോയതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനൊന്നും ആരും നിന്നില്ല. ഈ സമയത്ത് കാർത്തികയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ച് ജയൻ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നു. അത് വായിച്ചു നോക്കിയ SI ചോദിച്ചു, നിങ്ങൾ ഈ പരാതി എവിടെ വെച്ചാണ് സംഭവിച്ചത്? ഏത് നാട്ടിൽ വെച്ചാണ് ഇത് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു. ഇത് ഉണ്ടായത് എൻ്റെ നാട്ടിൽ വെച്ച് തന്നെയാണ് ഇങ്ങനൊരു ചടങ്ങ് നടത്തിയത്. പക്ഷേ ഇപ്പോൾ വിവാഹത്തോട് അടുത്തപ്പോൾ അയാളുടെ സ്വഭാവത്തിലും മാറ്റം വന്നു. ഇപ്പോൾ അയാൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ നിന്ന് കോൺസ്റ്റബിൾമാരിൽ ഒരാൾ പറഞ്ഞത്, അതെ, ഈ പെൺകുട്ടിയെ ഇപ്പൊ ജീവനോടെ ഉണ്ടാകുമോ? കണ്ടെത്തു തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഭയപ്പെടുത്തുമ്പോൾ അതെല്ലാം കേട്ട് ആകെ വിഷമത്തിലാവുന്നു. ആ സമയത്ത് വേഗം ആ ഫോട്ടോയിലേക്ക് ഒരിക്കൽ കൂടി SI നോക്കിയിട്ട് അത് നേരെ തൻ്റെ അടുത്ത് നിൽക്കുന്ന, ഇപ്പോഴും തൻ്റെ അടുത്ത് തന്നെ വന്നു നിന്ന് കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്ന ഉണ്ണിക്കുട്ടൻ്റെ കൈകളിലേക്കാണ് മെസ്സേജ് ചെല്ലുന്നത് എന്ന് മനസ്സിലായി. അപ്പോഴേക്കും എല്ലാ കാര്യങ്ങൾക്കും ഇനി തൻ്റെ കൂടെ ഈശ്വരൻ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ അപ്പാവം ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നടപ്പിലാക്കണമെന്ന ഒരാഗ്രഹം മാത്രം മനസ്സിലുദിച്ചുകൊണ്ട്
എത്രയും വേഗം തന്നെ ശാലിനിയുടെയും ധനുഷിന്റെയും ഒക്കെ വെല്ലുവിളികൾക്ക് ഒരു അറുതി ഉണ്ടാവണമെന്ന് അവന്തികയും തീരുമാനിച്ചു. അപ്പോഴാണ് ജയശങ്കർ കൃത്യമായി തന്നെ അവിടെ ഇരുന്ന കാർത്തികയുടെ ഫോട്ടോ ആ SI സാറിനെ കാണിച്ചത്. SI സാർ ഫോട്ടോ വാങ്ങിച്ച് ഇത് എന്താ ഇവിടെ കാണിച്ചതെന്നും ഇത് ഫോർട്ട് കൊച്ചിയിലെ ഉള്ളതല്ലേ എന്നെല്ലാം ചോദിച്ച് അയാൾ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും എന്തൊക്കെ ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചതെന്ന് കൂടി ഇതിൽ മെൻഷൻ ചെയ്യാനായി അയാൾ പോലീസ് ആവശ്യപ്പെട്ടപ്പോഴേക്കും ഇത് കേട്ടിരുന്ന പാവം ആ സമയത്ത് ഇതെല്ലാം കേട്ടുനിന്ന ജയശങ്കർ ആകെ ഞെട്ടലോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, സർ, എത്ര പണം മുടക്കാനും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പോറൽ പോലും സംഭവിക്കരുത്, അത്രമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും കാർത്തികയുടെ ഫോട്ടോ നോക്കി അത് തിരിച്ച് ഡോക്ടർ നൽകാൻ തുടങ്ങുമ്പോൾ ആ ഫോട്ടോ കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ എല്ലാവരും അതിശയത്തോടെ നോക്കിയിരുന്നു. ആ സമയത്താണ് വിഷ്ണുവും മറ്റുള്ളവരും എല്ലാം കാർത്തികയുടെയും മറ്റുമൊക്കെ കണ്ണുവെട്ടിച്ച് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം മറന്നിരിക്കുന്ന നേരത്ത് കാർത്തിക എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരാനായി ഹാളിലേക്ക് എത്തി. അപ്പോഴാണ് പപ്പി സത്യയോട് ചോദിച്ചത്, അതെ വിഷ്ണു വെച്ചാ, നമുക്ക് പോയി നോക്കിയാലോ? ഇവിടെ ഈ കൃത്യസമയത്ത് സത്യ എത്തുമോ എന്നറിയാനായിട്ട് നമുക്കൊന്ന് പോയാലോ അച്ഛാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, വളരെ സമാധാനപ്പെട്, നമുക്ക് പിടിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചെന്ന് വിളിച്ചന്വേഷിക്കാം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നറിയുവാനായിട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശാലിനി പുറത്തു തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ സത്യ പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി വേഗം തന്നെ സത്യയെ പിടിച്ചു നിർത്തി. അതെ, ഇത് മോൾക്കും ഇത് ഒന്ന് പപ്പി മോൾക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് തൻ്റെ മകളുടെ കയ്യിലേക്ക് ശാലിനി ഏൽപ്പിച്ചു. അത് കണ്ടതും സത്യ ചോദിച്ചു, എന്താ അമ്മ അകത്തേക്ക് കയറി വരാത്തത്? എൻ്റെ പ്രോഗ്രാം നടക്കുന്ന ദിവസമല്ലേ അമ്മേ, അമ്മ കൂടി വാമ്മേ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, മോളെ, ഇന്ന് ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്, അത് ഒഴിച്ചുകൂട്ടാനാകാത്തതാണ്, അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അത് അറ്റൻഡ് ചെയ്തേ പറ്റൂ എന്ന് ശാലിനിയോട് കുഞ്ഞ് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സത്യയുടെ വാക്കുകൾ കേട്ട ശാലിനി പറഞ്ഞു, എന്തായാലും അമ്മ ഇത് കഴിയുമ്പോൾ വരാം, ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്മ അവിടേക്ക് എത്താം, മോള് സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വേഗം പപ്പിമോളുടെ അരികിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് സത്യയെ പറഞ്ഞയച്ചു. പപ്പിമോളുടെ അരികിലേക്ക് സത്യ പോകുന്ന നേരത്ത് ശാലിനി അവിടെ ഇരിക്കുന്ന ആ ഫ്ലെക്സുകളിലേക്ക് നോക്കി. അപ്പോൾ അതിൽ ഹാപ്പി ബർത്ത്ഡേ പത്മിനി എന്നും ഹാപ്പി ബർത്ത്ഡേ സത്യ എന്നും കൂടി പത്മിനി ആൻഡ് സത്യ എന്നെഴുതിയിരിക്കുന്ന ആ ഫ്ലെക്സ് മുറ്റത്തിരിക്കുന്നത് ശാലിനി കണ്ടു. വളരെ ദയനീയമായി എന്നാൽ സന്തോഷത്തോടെ ആ ഫോട്ടോ കണ്ടതും അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. ഈ കാഴ്ച കണ്ട ആ നിമിഷം തന്നെ ശാലിനിക്ക് തൻ്റെ ഇനി വരാൻ പോകുന്ന നീക്കങ്ങളും ഇനി വരുന്നത് എങ്ങനെയുള്ള പ്രതിസന്ധികളുമാണെന്നും അറിയില്ലാത്തതിനാൽ ആകെ വിഷമത്തോടെ ശാലിനി നിന്നു. ആ സമയത്ത് അകത്തേക്ക് കയറി വന്ന സത്യ പപ്പിയെ കണ്ടതും പപ്പി എന്ന് വിളിച്ചു. ആ വിളി കേട്ട ഉടനെ തന്നെ പപ്പി സത്യയുടെ അരികിലേക്ക് ഓടിയെത്തി. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ച അങ്ങനെ എല്ലാവരും കണ്ടു. അതിനുശേഷം പപ്പിയോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ് സത്യ. പപ്പിക്ക് മരുന്ന് വല്ലതും ഉണ്ടോ എന്നും പപ്പി ഇപ്പോൾ സുഖമായിരിക്കുന്നു എന്നുമൊക്കെയായിരുന്നു സത്യയുടെ അന്വേഷണങ്ങൾ. അപ്പോഴേക്കും സത്യ തൻ്റെ കയ്യിൽ നിന്ന കവറുമായി പപ്പിക്ക് അരികിലേക്ക് എത്തി പപ്പിയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ സത്യഭാമ മനസ്സിൽ വളരെ ദേഷ്യത്തോടെ കുഞ്ഞിനെ നോക്കി. ആ സമയത്ത് സത്യയും പപ്പിയും തമ്മിൽ പരസ്പരം കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുന്ന കാഴ്ച കണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമായി. എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു സത്യമോൾക്ക് തൊട്ടു പിന്നാലെ അവിടേക്ക് ശാലിനി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ വാതിക്കലേക്ക് തന്നെ കണ്ണു നട്ടിരുന്നു. ഇത്രയും നേരമായിട്ടും ശാലിനിയെ അവിടേക്ക് കാണാതായതോടെ വിഷ്ണുവിന് ആകെ നിരാശയാവുന്നു. പിന്നീട് സത്യയും പപ്പിയും ചേർന്ന് എല്ലാവർക്കും വേണ്ടി ഒരു ഡാൻസ് കളിക്കാനായി അവർ തയ്യാറാണ്. ആ സമയത്ത് എല്ലാവരും അവിടെ ഒത്തൊരുമിച്ച് സത്യയുടെയും പപ്പിയുടെയും പിറന്നാൾ ആഘോഷിക്കുവാനായി രണ്ടുപേരും ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടന്നു.